To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്ക് ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്റർ തുടരാം. ഇന്ന് നമുക്ക് മെക്കാനിസം ഓഫ് ബ്രീതിങ് പഠിക്കാം. ശ്വസനം എന്നത് ഒരു ബാഹ്യ പ്രക്രിയയാണ് അല്ലേ. അതിൽ നമ്മൾ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള വായുവിനെ അകത്തേക്ക് എടുക്കുന്നു, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നു. അപ്പോൾ അകത്തേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്താ, നമ്മുടെ ഇൻഹലേഷൻ അഥവാ ഇൻസ്പിറേഷൻ എന്ന പ്രോസസ്സ്. അതുപോലെ പുറത്തേക്ക് വായുവിനെ പുറന്തള്ളുന്ന, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് എക്സ്ഹലേഷൻ ഓർ എക്സ്പിറേഷൻ. ഈ രണ്ട് ടേംസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇൻഹലേഷനും എക്സ്ഹലേഷനും നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. ഇവിടെ ആക്ച്വൽ എനർജി റിലീസോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മുടെ കണ്ടക്റ്റിംഗ് പാർട്ടും ലങ്സും ആണ്. ആൽവിയോളയിൽ വന്ന് നിറയുന്നു, ആൽവിയോളയിൽ നിന്ന് പുറത്തു പോകുന്നു. ആൽവിയോളയിൽ എക്സ്ചേഞ്ച് നടക്കുന്നു, അത് വേറൊരു പ്രോസസ്സാണ്. ഇൻഹലേഷൻ അഥവാ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി അഥവാ ATP ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ആക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ആക്റ്റീവ്? കാരണം ഇവിടെ ഒരു സെറ്റ് ഓഫ് മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയാണ്, ചുരുങ്ങുകയാണ്. അപ്പോൾ അതിന് എനർജി വേണം. അതേസമയം എക്സ്ഹലേഷൻ അഥവാ എക്സ്പിറേഷൻ, നമ്മുടെ ഉച്ഛ്വാസം, അതെന്താണ്, പാസീവ് ആണ് അല്ലേ. അവിടെ നമുക്ക് എനർജി ഒന്നും ഉപയോഗിക്കേണ്ട, കാരണം അവിടെ മസിൽസ് റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുന്നതും റിലാക്സ് ചെയ്യുന്നതും? അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മുടെ ശ്വസനം നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഡയഫ്രം ആണ്. ഡയഫ്രം എന്ന് പറയുന്നത് ഒരു ഡൂം ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗവും വയറിൻ്റെ ഭാഗം അബ്ഡോമിനൽ ക്യാവിറ്റിയും തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയഫ്രത്തിനും കൺട്രാക്ഷനും റിലാക്സേഷനും നടന്നാൽ മാത്രമേ ശ്വസനം സാധ്യമാകൂ. ഒപ്പം തന്നെ നമുക്ക് ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഇന്റർകോസ്റ്റൽ മസിൽസ്? നമ്മുടെ മുൻപിൽ, നമ്മുടെ ചെസ്റ്റിന്റെ മുൻപിലായിട്ട് നമുക്ക് എന്തുണ്ട്, ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺസ് ഉണ്ട് അല്ലേ. അതിനെ പറയുന്ന പേരാണ് ചെസ്റ്റ് ബോൺ അഥവാ സ്റ്റേർണം. പിറകിൽ നമുക്ക് വെർട്ടിബ്രൽ കോളം ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റേർണമും ഇത് വെർട്ടിബ്രൽ കോളവും ആണെങ്കിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഈ സൈഡിലുള്ളതാണ് എന്ത്, നമ്മുടെ റിബ്സ്. നമുക്ക് 12 പെയേഴ്സ് ഓഫ് റിബ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ റിബ്സിനെ തമ്മിൽ കണക്ട് അല്ലെങ്കിൽ റിബ്സിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് ഇന്റർകോസ്റ്റൽ സ്പേസ്. അവിടെയുള്ള മസിൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ ഈ റിബ്സിന്റെ പുറത്തായിട്ട് കാണുന്ന ആ മസിൽസിനെ നമ്മൾ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് പറയും. ഇനി അകവശത്തുള്ള മസിൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ എക്സ്റ്റേണലും ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ചേർന്നിട്ടാണ് നമുക്ക് ശ്വസനം സാധ്യമാവുന്നത്. ഇനി പ്രധാനമായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത്, നോർമലായിട്ട് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലാണ്. ശ്വാസം വിടുമ്പോൾ അത് താനെ അങ്ങ് റിലാക്സ് ചെയ്തോളും. അതേസമയം ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എക്സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിലിന്റെ ആവശ്യവും കൂടി ഉണ്ടാകാറുണ്ട്. ഇനി എത്ര തവണയാണ് നമ്മൾ ശ്വസിക്കുന്നത്? അത് നമ്മുടെ ഏജിനനുസരിച്ച് വ്യത്യാസം വരാം. പക്ഷേ ഒരു സാധാരണ ഹ്യൂമൻ അഡൾട്ട് 12 മുതൽ 16 വരെയാണ് ഒരു മിനിറ്റിൽ ശ്വസിക്കുന്നത്. ശ്വസനം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഹലേഷനും ഒരു എക്സലേഷനും കൂടി ചേരുന്നതാണ് ഒരു ശ്വസന പ്രക്രിയ. ഇനി ഈ ശ്വസനത്തിന്റെ സമയത്ത് നമ്മൾ എത്രത്തോളം വായുവാണ് ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്നതിന് നമുക്കൊരു മെഷർ ചെയ്യാനുള്ള ഒരു പാരറ്റസ് ഉണ്ട്. അതിൻ്റെ പേരാണ് സ്പൈറോമീറ്റർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ശ്വാസം തടസ്സമോ അല്ലെങ്കിൽ ചുമ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവർ പൾമനോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ടെസ്റ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്, സ്പൈറോമീറ്റർ. അത് ഉപയോഗിച്ച് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റിയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇൻഹലേഷൻ അഥവാ ഇൻസ്പിറേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഹലേഷന്റെ സമയത്ത് നമ്മുടെ ഡയഫ്രം താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരാളുടെ ശരീരമാണെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള ഈ ഡൂം ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഡൂം ഷേപ്ഡ് ആണ്, ഇങ്ങനെ വളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം അതെന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും, അതായത് അത് ഫ്ലാറ്റ് ആവും അല്ലേ. അപ്പോൾ ഇവിടെ ഇരുന്ന ആ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങി താഴേക്കായി, ഫ്ലാറ്റായി. അപ്പോൾ ഈ ഒരു ആക്സിസിൽ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടി. ഇവിടെ നേരത്തെ ഇത്രയും സ്പേസ് ആണ് ഉണ്ടായിരുന്നത്. സപ്പോസ് ഇവിടെയാണ് നമ്മുടെ കഴുത്തെങ്കിൽ ഇപ്പോൾ ഇത്രയും സ്പേസ് കിട്ടി അല്ലേ. അപ്പൊ കൂടുതൽ സ്പേസ് കിട്ടി. ഈ ഒരു ആക്സിസിനെ നമുക്ക് എന്ത് പറയാം, ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആന്റീരിയർ എന്താണ്, പോസ്റ്റീരിയർ എന്താണ്, ഡോർസൽ എന്താണ്, വെൻട്രൽ എന്താണ്. അപ്പോൾ ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ
ഇതേ സമയത്ത് ഈ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് റിബ്സിനെ കുറച്ച് മുമ്പോട്ട് പുള്ള് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവരും, അതായത് ഫോർവേഡ് ആൻഡ് അപ്വേർഡ്. അപ്പോൾ എന്ത് പറ്റും, ഈ ഒരു ഭാഗത്തെ വോളിയം, അതായത് നമ്മുടെ ബാക്ക് ബോണും സ്റ്റേണവും തമ്മിലുള്ള ആ സ്പേസ് ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ ഇത്രയും ഇവിടെയും സ്പേസ് കൂടും. ഇതിനെ നമുക്ക് എന്ത് പറയാം, ഡോസോ വെൻട്രൽ ആക്സിസിലും നമുക്ക് സ്പേസ് കൂടുന്നു. അങ്ങനെ സ്പേസ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, തൊറാസിക് ചേംബറിന്റെ വോളിയം കൂടുകയാണ്. തൊറാസിക് ചേംബർ ഇന്നലെ പറഞ്ഞതുപോലെ ഇതിന്റെ വോള് പെരൈറ്റൽ പ്ലൂറ എന്ന് പറയുന്നത്, വിസറൽ പ്ലൂറ, ഇവരെല്ലാം മുകളിലോട്ട് അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ മൂവ് ചെയ്യും. അപ്പോൾ ഈ തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ലങ്സിനകത്തുള്ള വോളിയവും ഇൻക്രീസ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, തൊറാസിക് വോളിയത്തിനോടൊപ്പം ലങ്സിന്റെ വോളിയം പൾമണറി വോളിയം എന്ന് നമുക്ക് പറയാം. പൾമണറി എന്ന വേർഡ് ഈ നമ്മുടെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പൾമണറി വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ തൊറാസിക് വോളിയവും പൾമണറി വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. തൊറാസിക് വോളിയം കൂടിയാൽ പൾമണറി വോളിയം കൂടും, തൊറാസിക് വോളിയം കുറഞ്ഞാൽ പൾമണറി വോളിയം കുറയും. ഇങ്ങനെ വോളിയം കൂടുമ്പോൾ പ്രഷറിന് എന്താണ് സംഭവിക്കുന്നത്, പ്രഷർ സ്വാഭാവികമായിട്ടും കുറയല്ലേ. കുറേ സ്പേസ് ആണെങ്കിൽ പ്രഷർ കുറവാണ്, കുറച്ച് സ്പേസ് ഉള്ളപ്പോഴാണ് പ്രഷർ കൂടുന്നത്. അപ്പോൾ ഇവിടെ വോളിയം കൂടുകയാണ് ചെയ്തത്, ആന്റീരിയർ പോസ്റ്റീരിയറിലും കൂടി ഡോസോ വെൻട്രലിലും കൂടി. അപ്പോൾ മൊത്തത്തിലുള്ള സ്പേസ് പൾമണറി പ്രഷർ വോളിയം കൂടിയത് കൊണ്ട് തന്നെ ഇൻട്രാ പൾമണറി പ്രഷർ, ഇൻട്രാ എന്ന് വെച്ചാൽ എന്താണ്, ഉള്ളിൽ അല്ലെ, അകത്ത്, ഇൻട്രാ പൾമണറി പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ പൾമണറി വോളിയം കൂടി, അതുകൊണ്ട് തന്നെ ഇൻട്രാ പൾമണറി പ്രഷർ കുറഞ്ഞു. അപ്പൊ നമ്മുടെ ലങ്സിനകത്തുള്ള വായുവിന്റെ പ്രഷർ കുറഞ്ഞു. എപ്പോഴും ഗ്യാസസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ഇപ്പോൾ പുറത്ത് പ്രഷർ കൂടുതലാണ്, അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കൂടുതലാണ്, അതേസമയം നമ്മുടെ ലങ്സിനകത്ത് പ്രഷർ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു നിന്ന് എയർ അകത്തേക്ക് കടന്നു വരും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഹലേഷൻ അഥവാ ഇൻസ്പിറേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്, ആദ്യം ഡയഫ്രം കോൺട്രാക്ട്സ് ഓർ ഫ്ലാറ്റൻസ്, അതിൻ്റെ ഫലമായിട്ട് ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിലെ വോളിയം കൂടുന്നു. പിന്നെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിബ് കേജ് കംസ് ഫോർവേഡ് ആൻഡ് അപ്വേർഡ്, മുകളിലോട്ടും പുറത്തോട്ടും വരുന്നു. അപ്പോൾ ഡോസോ വെൻട്രൽ ആക്സിസിലുള്ള വോളിയം കൂടുന്നു. തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് പൾമണറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ഇൻട്രാ പൾമണറി പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ പുറത്ത് കൂടുതൽ പ്രഷറും അകത്ത് കുറഞ്ഞ പ്രഷറും ആയതുകൊണ്ട് എയർ വിൽ മൂവ് ഇൻസൈഡ്. ഇതാണ് ഇൻഹലേഷൻ. ഇനി എക്സ്ഹലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, പാസീവ് ആണ് അല്ലേ. ഈ കോൺട്രാക്ട് ചെയ്ത് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്താൽ മതി. നമ്മുടെ ഡയഫ്രം തിരിച്ചിങ്ങോട്ട് പോകുന്നു, അപ്പൊ നമുക്ക് ഇനി ഇത്രയും സ്പേസേ ഉള്ളൂ. അപ്പോൾ സ്പേസ് കുറഞ്ഞു, വോളിയം കുറഞ്ഞു. ഇതും തിരിച്ച് കോൺട്രാക്ട് ചെയ്ത് വരികയാണ്, അതായത് റിബ് കേജ് താഴോട്ടും ബാക്കിലോട്ടും വരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രഷറും നമ്മുടെ സ്പേസും കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് പറയും, തൊറാസിക് വോളിയം ഡിക്രീസസ്. അതിൻ്റെ ഫലമായിട്ട് പൾമണറി വോളിയം ഡിക്രീസ് ചെയ്യുന്നു. പൾമണറി വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻട്രാ പൾമണറി പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതിനേക്കാളും കുറവായതുകൊണ്ട് അകത്ത് നിന്ന് എയർ പുറത്തേക്ക് പോകുന്നു. അതാണ് എക്സലേഷൻ. അപ്പോൾ ഡ്യൂറിങ് എക്സലേഷൻ ഡയഫ്രം റിലാക്സസ്, external intercostal muscles or intercostal muscles also relax. As a result, rib cage comes backward and inward. അപ്പോൾ അകത്തെ തൊറാസിക് വോളിയം കുറയ്ക്കുന്നു, അത് പൾമണറി വോളിയം കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻട്രാ പൾമണറി പ്രഷർ കൂടുന്നു. അപ്പോൾ പുറത്ത് പ്രഷർ കുറവായതുകൊണ്ട് എയർ വിൽ മൂവ് ഔട്ട്. ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കുന്ന ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ എന്ന പ്രോസസ്സ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠം പഠിക്കാം, അതായത് പൾമണറി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മുടെ ആൽവിയോളെ അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എം ടി ആവില്ല, എപ്പോഴും കുറച്ച് എയർ അതിനകത്ത് കാണും. അത് നിങ്ങൾ കഴിഞ്ഞ വർഷം 10 പഠിച്ചല്ലേ, റെസിഡുവൽ വോളിയം ഓഫ് എയർ. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ശ്വസിക്കുമ്പോൾ എടുക്കുന്ന അളവ് സെയിം ആയിരിക്കണമെന്നില്ല. ഞാൻ എടുക്കുന്ന അളവായിരിക്കില്ല നിങ്ങൾ എടുക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല കൂടുതലൊരു എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അത്ലീറ്റ് എടുക്കുന്നത് അല്ലേ, അവരുടെയൊക്കെ കപ്പാസിറ്റി വേറെ ആയിരിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന എയറിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് പൾമണറി വോളിയം. ഓരോ സാഹചര്യത്തിലും നമ്മൾ എങ്ങനെയാണ് എയർ, എത്രത്തോളം എയർ ആണ് എടുക്കുന്നത്, അതായത് ഞാൻ നോർമലി എടുക്കുന്നതായിരിക്കില്ല ഞാൻ
ഫോഴ്സ്ഫുള്ളി എടുക്കുന്നത്. അതുപോലെ എടുക്കുന്ന അളവായിരിക്കില്ല ഞാൻ ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്യുന്നത്. ഇതെല്ലാമാണ് നമ്മൾ പൾമനറി വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വോളിയം എന്ന് വെച്ചാൽ അളവ്, വ്യാപ്തി അല്ലേ. അപ്പം ലങ്സിന്റെ ആ വ്യാപ്തിയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഈ പൾമനറി വോളിയങ്ങൾ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ പൾമനറി കപ്പാസിറ്റി കിട്ടും. എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റും അതാണ് നമ്മുടെ കപ്പാസിറ്റി. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുന്ന അല്ലെങ്കിൽ നിശ്വസിക്കുന്ന അളവാണ് വോളിയം. വോളിയത്തിനെ ആഡ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് കപ്പാസിറ്റി കിട്ടുന്നത്. ഇനി ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ 2 ഘട്ടങ്ങളായിട്ട് തന്നെ പഠിക്കണം. ആദ്യം വോളിയം നന്നായിട്ട് മനസ്സിലാക്കുക. പച്ചവെള്ളം പോലെ അത് പഠിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കപ്പാസിറ്റിയിലോട്ട് കടക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയംസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ ടൈഡൽ വോളിയം എന്ന ഒരു കാര്യമാണ്. ടൈഡൽ വോളിയം മീൻസ് നമ്മൾ ഓരോ തവണയും ശ്വാസം എടുക്കുകയോ ശ്വാസം നിശ്വസിക്കുകയോ ചെയ്യുമ്പോൾ നിശ്വാസത്തിൻ്റെ സമയത്ത് നമ്മൾ എത്രത്തോളം എയറാണ് നാച്ചുറലി നോർമലി ഒരാൾ എടുക്കുക അല്ലെങ്കിൽ നിശ്വസിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതായത് ഞാൻ സാധാരണയായിട്ട് അതൊരു നോർമൽ അഡൾട്ടിൽ 500 ml ആണ്. അതായത് 1/2 ലിറ്ററോ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ മേ ബി 1 ലിറ്ററിൻ്റെ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു 1/2 ലിറ്റർ ചെറിയ നമ്മൾ ബോട്ടിൽ വാങ്ങിക്കില്ല, 500 ml ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു കുപ്പിയിലുള്ള എയറിൻ്റെ എത്ര അളവ്, അത്രയാണ് നമ്മൾ ഒരു സാധാരണ ഒരു റെസ്പിറേഷൻ, ഇൻഹലേഷൻ അല്ലെങ്കിൽ എക്സ്ഹലേഷൻ്റെ സമയത്ത് എടുക്കുകയോ അല്ലെങ്കിൽ വിടുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഗ്രാഫ് രൂപത്തിൽ കാണിക്കുകയാണെങ്കിൽ, സപ്പോസ് ഇതാണൊരു 0 വാല്യൂ എന്ന് വിചാരിക്കാം. ഞാൻ ശ്വാസം എടുക്കുന്നത് ഞാൻ മുകളിലോട്ട് വരയ്ക്കാം, നിശ്വസിക്കുന്നത് താഴേക്ക് വരയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം നോർമലി ഞാൻ ഇൻഹെയിൽ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു അളവെന്ന് പറയുന്നത് ഒരു 500 ml ആണ്, 1/2 ലിറ്റർ. അതേപോലെ എനിക്ക് 500 ml തിരിച്ച് കളയാനും കഴിയും. അപ്പോൾ ഈ 2 വാല്യൂം എന്താണ്, ടൈഡൽ വോളിയം എന്ന് പറയാം. അതായത് സാധാരണ ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ എക്സെയിൽ ചെയ്യുന്ന ആ ഒരു എയറിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈഡൽ വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ശക്തമായിട്ട് കുറച്ച് എയർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് നോർമലി ഞാൻ 500 എടുക്കും, അത് കൂടാതെ എനിക്ക് കുറച്ചും കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഞാൻ എടുത്ത എയർ, അതായത് ടൈഡൽ വോളിയം കൂട്ടണ്ട, അത് കഴിഞ്ഞിട്ട് 500 കഴിഞ്ഞിട്ട് 500ന്റെ മുകളിലേക്ക് ഞാൻ എത്ര എടുക്കുന്നു, അതാണ് എൻ്റെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എനിക്ക് ഇൻസ്പയർ ചെയ്യാനുള്ള, ഇൻഹെയിൽ ചെയ്യാനുള്ള റിസർവ് വോളിയം, കൂടുതൽ എക്സ്ട്രാ റിസർവ് ആയിട്ട് എടുക്കാനുള്ള ആ വോളിയം എത്രയാണെന്നുള്ളതാണ്. അതായത് അത് ഇവിടെ നിന്ന് ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ടൈഡൽ വോളിയത്തിൻ്റെ ആദ്യം ടൈഡൽ വോളിയത്തിൻ്റെ അത്ര എത്തി അല്ലേ, 500 എനിക്ക് എടുക്കാം. പക്ഷേ എക്സ്ട്രാ ഞാൻ എത്രത്തോളം പോവും, ഇതുവരെ പോവും, ഒത്തിരി എടുക്കാൻ പറ്റും. അതായത് ഇവിടെ 500 ആണെങ്കിൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 2500 മുതൽ 3000 ലിറ്റേഴ്സ് ആണ്, മില്ലി ലിറ്റേഴ്സ് ആണ്, ലിറ്റർ അല്ല, മില്ലി ലിറ്റർ. അപ്പോൾ 2.5 to 3 ലിറ്റേഴ്സോളം എയർ ആണ് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്നത്. ഇത് കൂടാതെ ഓക്കെ, അപ്പോൾ 500 ml കൂടാതെ അഡീഷണൽ ആയിട്ട് എനിക്ക് ഒരു ഫോഴ്സ്ഫുൾ ഇൻഹലേഷനെ കൂടി എടുക്കാൻ പറ്റുന്ന എത്രയാണ്, 2500 to 3000. അപ്പോൾ ഈ ഒരു വാല്യൂവിനെ പറയുന്ന പേരാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് 2.5 to 3 ലിറ്റേഴ്സ് ആണ്. ഇവിടെ ml, ഇവിടെ ലിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈഡൽ വോളിയം പഠിച്ചു. നോർമലായിട്ട് എടുക്കുന്നു, ഫോഴ്സ്ഫുൾ ആയിട്ട് എടുക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ആ വോളിയം ഓഫ് എയർ ആണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി അതുപോലെ തന്നെ എനിക്ക് പുറത്തും കളയാൻ പറ്റുമല്ലോ. നോർമലി എക്സൈൽ ചെയ്യുമ്പോൾ എത്ര കളഞ്ഞു, 500 ml. ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി താഴേക്ക് പോയി. അതായത് ഈ 500 കൂടാതെ ഞാനൊരു 1000 മുതൽ 1100 ml കൂടി കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ്, ഈ ഒരു അളവിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇറ്റ് ഈസ് 1 to 1.1 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ടൈഡൽ വോളിയം കൂടാതെ ഫോഴ്സ്ഫുൾ എക്സലേഷനിൽ കൂടി എത്ര വായു എനിക്ക് പുറത്ത് കളയാൻ കഴിയും, അതാണ് എന്ത്, നമ്മുടെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇനി ഞാൻ ഫോഴ്സ്ഫുള്ളി എക്സൈൽ ചെയ്യാണ്. അപ്പോൾ എൻ്റെ ടൈഡൽ വോളിയം ERVയും പോയി. പക്ഷേ എൻ്റെ ലങ് എം ടി ആണോ? അല്ല, ലങ്സ് ഒരിക്കലും എം ടി ആവില്ല, അങ്ങനെയാണ് അത് കൊളാപ്സ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു എമൗണ്ട് ഓഫ് എയർ അതിനകത്തുണ്ടാവും. ആ ഒരു എയറിൻ്റെ അളവെന്ന് പറയുന്നത് 1.1 to 1.2 ലിറ്റേഴ്സ് ആണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിഡുവൽ വോളിയം ഓഫ് എയർ. അതായത് ഇവിടെ കുറച്ച് അടിയിൽ വീണ്ടും ഒരു 1.1 to 1.2 ലിറ്റേഴ്സ് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് റെസിഡുവൽ വോളിയം ഓഫ് എയർ. അതായത് ഒരു ഫോഴ്സ്ഫുൾ എക്സലേഷന് ശേഷവും, സാധാരണ എക്സലേഷൻ അല്ല, സാധാരണ എക്സലേഷൻ കഴിഞ്ഞ് എന്ത് കിടക്കും, ERV അവിടെ കിടക്കും അല്ലേ. ഇതല്ല, ഫോഴ്സ്ഫുള്ളി കളഞ്ഞു, TVയും കളഞ്ഞു, ERVയും കളഞ്ഞു. പക്ഷേ എന്നാലും ഒരിക്കലും കളയാൻ പറ്റാതെ കുറച്ച് അകത്തുണ്ട്. അതിൻ്റെ പേരാണ് റെസിഡുവൽ വോളിയം. അതെന്താണ്, 1.1 to 1.2 ലിറ്റേഴ്സ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. 4 വോള്യൂംസ് നോർമലി എടുക്കുന്നത് അല്ലെങ്കിൽ നിശ്വസിക്കുന്നത് ടൈഡൽ വോള്യൂം 500 ml. ഫോഴ്സ്ഫുള്ളി ഇൻ അഡീഷൻ ടു ടി വി എടുക്കുന്നതാണ് IRV. അതുപോലെ ഫോഴ്സ്ഫുള്ളി ഇൻ അഡീഷൻ ടു ടി വി കളയുന്നതാണ് ERV. ഇനി ERV കളഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ എയറിൻ്റെ അളവിനെയാണ് നമ്മൾ റെസിഡുവൽ വോള്യൂം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ലേണിംഗ് കപ്പാസിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നിങ്ങൾ വിഷമിക്കാനൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് 1 പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവും, മറ്റൊരാൾക്ക് 2 പ്രാവശ്യമായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 5 പ്രാവശ്യം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ആയിക്കോട്ടെ, ഞാൻ 5 പ്രാവശ്യം വായിക്കും, അതാണ് എൻ്റെ സ്റ്റൈല്, അങ്ങനെ വിചാരിക്കും. നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടല്ലേ, എല്ലാവരും ഒരുപോലെയല്ല. അപ്പോൾ ഒരാൾ പെട്ടെന്ന് പഠിച്ചിട്ട് ബുക്ക് അടച്ചു വെച്ചിട്ട് പോയി, നമുക്കതിൻ്റെ വിഷമമൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 പ്രാവശ്യം വായിക്കണം, അല്ലെങ്കിൽ 10 പ്രാവശ്യം വായിക്കണം. ഞാൻ വായിക്കും. ഞാൻ പിന്നെ ഒരു കാര്യം മാത്രം, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പ് വരുന്നത് വരെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ബയോളജി അങ്ങനെയാണ്. നിങ്ങൾ വെറുതെ വായിച്ചിട്ട് പൾമനറി വോളിയം ആരെങ്കിലും കാണിക്കാൻ വേണ്ടി വായിച്ച് ബുക്ക് അടച്ചു വെച്ചിട്ട് പോകരുത്. നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അതൊന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മനസ്സിലൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റുന്നത് വരെ നിങ്ങളത് വീണ്ടും വായിക്കുക. അതാണ് ബയോളജി ആ ഡെപ്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡെറിവേഷൻസ് ആയാലും പ്രാക്ടീസ് ഡ്രില്ലിങ് ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ട് ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണമെങ്കിൽ ബയോളജിയുടെ നല്ല ഡെപ്തിൽ അറിയണം. അത് മനസ്സിലാക്കേണ്ട സബ്ജക്റ്റാണ്, അതല്ലാതെ വായിക്കേണ്ട സബ്ജക്റ്റോ കാണാതെ പഠിക്കേണ്ട സബ്ജക്റ്റോ അല്ല. പലരുടെയും വിചാരം ബയോളജി എന്ന് വെച്ചാൽ കാണാതെ പഠിക്കുക, സോഷ്യൽ സയൻസ് പോലെ അല്ലെങ്കിൽ ലാംഗ്വേജ് പോലെ വായിച്ചു വിടുന്ന സബ്ജക്റ്റാണെന്നാണ്. അല്ല, സോഷ്യൽ സ്റ്റഡീസ് എളുപ്പമെന്നല്ല ഞാൻ പറയുന്നത്, വളരെ ടഫാണ്. അവിടെ നമ്മൾ പല കാര്യങ്ങളും ഓർത്ത് വയ്ക്കണം. ഇവിടെ ഓർത്ത് വയ്ക്കേണ്ടത് ടെർമിനോളജീസ് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ മനസ്സിലായി എന്ന് ഉറപ്പ് വന്നാലേ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകാവുള്ളൂ. അതുവരെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കുമ്പോഴും ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഈ 4 വോളിയം പഠിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ടൈഡൽ വോളിയം പഠിക്കും, നാളെ ടൈഡൽ വോളിയം ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പഠിക്കും. മറ്റന്നാൾ അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററിയും ഏതാണ്ട് ഒരുപോലെയല്ലേ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കും. മറ്റന്നാൾ നിങ്ങൾ റെസിഡുവൽ വോളിയം പഠിക്കാം. അപ്പോൾ 3 ദിവസം കൊണ്ട് 4 എണ്ണം പഠിച്ചു. 4ാമത്തെ ദിവസം ഇത് 4 ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യൂ. സോ നിങ്ങൾ നല്ലപോലെ അത് മനസ്സിലാവും. 5ാമത്തെ ദിവസം ഇനി കപ്പാസിറ്റിയിലോട്ട് കടന്നാൽ മതി. പൾമനറി വോളിയം തറവായി എന്ന് പറഞ്ഞാൽ മാത്രമേ കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ പോകാവുള്ളൂ. ഓക്കെ. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സാവധാനം നിങ്ങളുടെ പേസിൽ നിങ്ങൾ ചെയ്താൽ മതി. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. ഓക്കെ. ഇനി നമുക്ക് വേണ്ട എന്താണ്? പൾമനറി കപ്പാസിറ്റി. കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഈ വോളിയൂംസ് കൂട്ടി കിട്ടുന്ന സംഖ്യയാണ് അത് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാനൊരു ദീർഘമായ ശ്വാസം എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്ന ടോട്ടൽ എത്രയാണ്? ഇത് നോർമൽ എടുക്കുന്നത്, ഇത് അഡീഷണൽ എടുക്കുന്നത്, ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് എന്നെ കൊണ്ട് ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എയർ. അതിനെ എൻ്റെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയാം. അത് ടൈഡൽ വോളിയവും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഏതാണ്ട് അത് 500 പ്ലസ് 2500 മുതൽ 3000 ml. അതായത് നമുക്ക് 3000 to 3500 എന്ന് വയ്ക്കാം. എത്രയാണ് ഇതിൻ്റെ വാല്യൂ? ഓക്കെ. അതാണ് എന്താണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ദാറ്റ് ഈസ് ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ഡ്യൂറിങ് എ ഫോഴ്സ്ഫുൾ ഇൻഹലേഷൻ. ഇനി വരുന്ന എന്താണ്? നമ്മുടെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി. എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നോർമലും നമ്മൾ അഡീഷണൽ ആയിട്ട് എക്സൈൽ ചെയ്യുന്ന ERVയും ചേർന്നതാണ്. അപ്പോൾ അത് ഇവിടെ നോർമൽ 500 ആണ്, ഇവിടെ 1000 to 1100. അപ്പോൾ നമുക്കതൊരു 1500 മുതൽ 1600 മില്ലി ആണ്, അല്ലെങ്കിൽ 1.5 to 1.6 ലിറ്റേഴ്സ് ആണ് നമ്മുടെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി. എത്രത്തോളം ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിയുമെന്നത് നമ്മുടെ നോർമൽ പ്ലസ് അഡീഷണൽ ആണ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഫങ്ഷണൽ റെസിഡുവൽ വോളിയം. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു ഇത്രയാണ് നമ്മുടെ ലങ്സിനകത്തുള്ള കപ്പാസിറ്റി. അതിൽ ഞാൻ ദീർഘമായി ശ്വാസം വിടുമ്പോൾ TVയും ERVയും പോയി, പക്ഷെ എന്നാലും RV അവിടെ കിടക്കും അല്ലേ. അതേസമയം ഞാനിപ്പോൾ ദീർഘമായിട്ടൊന്നുമല്ല, വെറുതെ ശ്വാസം പുറത്തോട്ട് വിട്ടു. അപ്പോൾ ഏതാ പോയത്? TV പോയി. ഇനി ആരൊക്കെയുണ്ട്? ERVയും RVയും ഇവിടെ കിടപ്പുണ്ട് അല്ലേ. അപ്പം ഇവർ രണ്ടും കൂടെ ഉള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് functional residual capacity. That is, after a normal exhalation, what is remaining in my lungs is my functional residual capacity. That is my ERV plus my RV. So അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഓൾമോസ്റ്റ് ERV എന്ന് പറയുന്നത് 1000 to 1100 ആണ്. ഇവിടെ 1100 to 1200 ആണ്. മുതൽ 2300 ml ആണ് നമ്മുടെ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റിയാണ്, VC എന്ന് പറയും.
അതായത് ഞാനിപ്പോൾ ദീർഘമായി ശ്വാസം പുറത്തേക്ക് കളഞ്ഞു. ദീർഘമായി കളയാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക അല്ലേ, ഈ ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഞാൻ ഇൻഹേൽ ചെയ്യാണ്. ഓക്കെ, ഞാൻ ഫുള്ള് ശ്വാസം കളഞ്ഞു, ഉള്ളി റെസിഡുവൽ വോളിയം മാത്രമേ ഇപ്പോൾ ആകത്തുള്ളൂ. ഇനി ഞാൻ എല്ലാം തിരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം ഞാൻ ERV എടുക്കുന്നു. ERV എടുത്ത് ഞാൻ TV എടുക്കുന്നു. TV സെയിം തന്നെയാണ്, 500 ഉള്ളൂ. പിന്നെ ഇതും കൂടെ എനിക്ക് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ മൈ TV പ്ലസ് ERV പ്ലസ് IRV, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്നത്. അതായത് സാധാരണയായിട്ട് നമ്മുടെ ഈ പ്രാണായാമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ ഈ ടൈഡൽ വോളിയം കൂടുതലായിരിക്കും, വൈറ്റൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അത്ലീറ്റ്സിന് വൈറ്റൽ കപ്പാസിറ്റി കൂടുതലാണ്. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് പൊതുവെ സ്ത്രീകളെക്കാളും വൈറ്റൽ കപ്പാസിറ്റി കൂടുതലാണ്. മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന ആൾക്കാർക്ക്, കാരണം അവരൊക്കെ ഈ ഓക്സിജൻ കൂടുതൽ ഡെലിബറേറ്റ് ആയിട്ട് കൂടുതൽ എടുക്കേണ്ടി വരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് അവരുടെ വൈറ്റൽ കപ്പാസിറ്റി കൂടും. അങ്ങനെ ഈ വൈറ്റൽ കപ്പാസിറ്റി കൂടുതലുള്ള ആൾക്കാരെ എപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കും. നിങ്ങൾ ഈ യോഗ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസ് ഒന്നും ഒരിക്കലും നിങ്ങൾ അവരിങ്ങനെ മടിച്ച് വിഷമിച്ച് അല്ലെങ്കിൽ ടയേർഡ് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റില്ല. അവരെപ്പോഴും ആക്റ്റീവാണ്. എന്തുകൊണ്ടാണ്? അവരുടെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആണ്. അപ്പോൾ നിങ്ങളും അത് പ്രാക്ടീസ് ചെയ്യുന്നുള്ള ബ്രീതിങ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റാമിന കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഫോഴ്സ്ഫുള്ളി എല്ലാം കൂടി കളഞ്ഞിട്ട് എല്ലാം എടുത്തു അല്ലേ. ഈ TV എടുത്തു, IRV എടുത്തു, ERV എടുത്തു. അതാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി. ഇനി അത് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ലങ്സിനകത്ത് ഓൾറെഡി ഉണ്ട് റെസിഡുവൽ വോളിയം. അതിനൊരിക്കലും പോകാൻ പറ്റില്ല, അതവിടെ ട്രാപ്പായി കിടക്കുക. അപ്പോൾ അതും കൂടി ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി. നമ്മുടെ ലങ്സിനകത്ത് ടോട്ടലി ഉൾക്കൊള്ളാവുന്ന എല്ലാം കൂടിയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അത് VCയും RVയും കൂടി ചേർന്നതാണ്. അപ്പോൾ ഈ വോളിയൂംസ് ഒക്കെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ അളവെല്ലാം പഠിച്ചു വയ്ക്കുക. ഒരു കാര്യം കൂടെ ഓർക്കുക, ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒരു ശ്വസനത്തിൻ്റെ സമയത്താണ്. അത് മിനിറ്റിൽ ചോദിക്കുമ്പോൾ വാല്യൂ വ്യത്യാസം വരും. അതായത് ടൈഡൽ വോളിയം ചോദിച്ചാൽ നമ്മൾ 500 ml ഒരു നേരം എന്ന് പറയുമ്പോൾ ഒരു ശ്വസനം നമ്മൾ നടത്തുന്ന എത്രയാണ്? 12 മുതൽ 16 ടൈമല്ലേ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഓൾമോസ്റ്റ് 6000 മുതൽ 8000 ml, 6 to 8 ലിറ്ററാണ് ഒരു മിനിറ്റിൽ നമ്മൾ ടൈഡൽ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചോദ്യം വ്യക്തമായി നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. എൻ്റെ ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.